നമസ്കാരം. ഇന്ന് ലോകഭൂപടലത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ജലാശയത്തിൻ്റെ പ്രകൃതി ഭംഗിയെ പറ്റിയാണ് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത്. വെമ്പനാട്ട് കായൽ പ്രകൃതി രമണീയവും അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ തടാകവും അതുപോലെ തന്നെ ടൂറിസത്തിൻ്റെ ലോകഭൂപടത്തിൽ ഏറ്റവും മുന്തിയ സ്ഥാനത്ത് നിൽക്കുന്ന ഈ വെമ്പനാട്ട് കായൽ നമ്മൾക്ക് വളരെയധികം മനസ്സിന് സന്തോഷവും ആനന്ദവും നൽകുന്ന ഒരു സ്ഥലമാണ്. ഈ കായലിൻ്റെ പ്രത്യേകത പശ്ചിമഘട്ടത്തിൽ നിന്നുള്ള ഔഷധ വൃക്ഷങ്ങളുടെയും ചെടികളുടെയും മലനിരകളിൽ നിന്നും മഴ പെയ്യുമ്പോൾ ഒഴുകി വരുന്ന ഏറ്റവും ഔഷധ മൂല്യങ്ങളുള്ള ഔഷധക്കൂട്ടുകളുള്ള ജലമാണ് ഇവിടേക്ക് ഒഴുകുന്നത്. വളരെയധികം പ്രാധാന്യമുള്ളതാണ്. വളരെയധികം മലിനമാകാത്തതും വളരെയധികം ശുദ്ധവുമായ ഈ വെള്ളം ഈ തടാകത്തിൽ വന്ന് അറബിക്കടലിലേക്ക് പോവുകയാണ്. വളരെയധികം അതുപോലെ തന്നെ ഇത് ലോകഭൂപടത്തിൽ ഇത്രയും പ്രാധാന്യം വരാൻ കാരണം ഇതിൻ്റെ പ്രകൃതി രമണീയതയാണ്. ഇന്നും വലിയ പ്രകൃതിക്ക് വലിയ കോട്ടം തരാത്ത രീതിയിൽ നല്ല രീതിയിൽ ഉള്ള ഒരു തടാകമാണിത്. വെമ്പനാട്ട് കായൽ, അഷ്ടമുടിക്കായൽ, അങ്ങനെ വിശാലമായ ഒരു തടാകമാണ് ഇത്. വളരെയധികം വിദേശികൾ ധാരാളം വന്ന് ടൂറിസത്തിൻ്റെ ഭാഗമായി വന്ന് സന്ദർശിച്ച് പോകുന്ന ഒരു സ്ഥലമാണ്. ഏകദേശം 800ഓളം ഹൗസ് ബോട്ടുകൾ ഇവിടെ സർവീസ് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ ചെറുതും വലുതുമായ സ്വകാര്യ ചെറുകിട വള്ളങ്ങളും ബോട്ടുകളും ധാരാളം സർവീസ് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ കേരള ഗവൺമെൻറ്റിൻ്റെ വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബോട്ടുകളും ധാരാളം സർവീസ് നടത്തുന്നുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ വലിയൊരു ടൂറിസത്തിൻ്റെ ഒരു മേഖലയിലാണ് എത്തിപ്പെട്ടിരിക്കുന്നതെന്ന് നമുക്ക് അവിടെ ചെല്ലുമ്പോഴേ മനസ്സിലാവുള്ളൂ. നാനാഭാഗങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇപ്പോൾ നമ്മൾ ആലപ്പുഴ ചെന്നിട്ട് നമുക്ക് കോട്ടയത്തേക്ക് പോകാം. ആലപ്പുഴയിൽ നിന്ന് കോട്ടയത്തേക്കുള്ള കോടിമാത എന്ന സ്ഥലത്തേക്ക് ചെന്നിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും പോകാം. ചങ്ങനാശ്ശേരിക്ക് പോകാം, കായംകുളത്തേക്ക് പോകാം, കൊല്ലത്തേക്ക് പോകാം. അങ്ങനെ നാനാ മേഖലകളിലേക്കും പോകാവുന്ന ട്രാൻസ്പോർട്ട് സംവിധാനമുള്ള വാട്ടർ അതോറിറ്റിയുടെ ട്രാൻസ്പോർട്ട് സംവിധാനമുള്ള വളരെ ബൃഹത്തതും വളരെയധികം സൗകര്യപ്രദവുമായ ഒരു സംവിധാനമാണ് അവിടെ ഉള്ളത്. അതുപോലെ തന്നെ ടൂറിസ്റ്റുകൾക്ക് ഉദ്ദേശിച്ച് സ്വകാര്യ വ്യക്തികളുടെ ധാരാളം ഹൗസ് ബോട്ടുകൾ ഉണ്ട്. അത് വലിയ ഭീമമായ എമൗണ്ടും ചെറിയ എമൗണ്ടൊക്കെ ഉള്ളതുണ്ട്. അതുപോലെ തന്നെ സർക്കാരിൻ്റെ ഹൗസ് ബോട്ടുകളുണ്ട്. അത് പലതരത്തിലുള്ള കാറ്റഗറിയിലുള്ളതുണ്ട്. 400 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 5 മണിക്കൂർ യാത്ര ചെയ്യാവുന്നത്. ഭക്ഷണം, എല്ലാ സൗകര്യങ്ങളും, നല്ല മോടിയോടുകൂടിയ നല്ല ഭംഗിയുള്ള നല്ല സുഖപ്രദമായ ടോയ്ലറ്റും സംവിധാനങ്ങളും ഉള്ള ഹൗസ് ബോട്ട്. അതുപോലെ തന്നെ അത് നമ്മളെ ഒരു 3 മണിക്കൂറോളം കായൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ചുറ്റി കാണിക്കും. അത് 6 മണിക്കൂറിൻ്റെ സ്കീമുണ്ട്, പല പാക്കേജുകളുണ്ട്. അത് നമുക്ക് അവിടെ നമുക്ക് വെബ്സൈറ്റിൽ ഈ വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ കേരള വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ വെബ്സൈറ്റിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ DTDCയുടെ DTPC ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ധാരാളം സൗകര്യങ്ങൾ ഇതിനുണ്ട് നമുക്കറിയാനായിട്ട്. പിന്നെ ധാരാളം നമുക്ക് ഗൂഗിൾ അടിച്ചു നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇങ്ങനെ വളരെയധികം പ്രാധാന്യവും വളരെയധികം ആസ്വാദ്യകരവും പ്രകൃതി രമണീയവും അതുപോലെ പ്രകൃതിയിൽ നിന്നുള്ള ഒരു സംഭവമാണിത്. അല്ലാതെ കുറേ കെട്ടിടങ്ങൾ പണിതു, നമ്മുടെ മനുഷ്യനിർമ്മിതമായ കുറേ കെട്ടിടങ്ങൾ പണിതു സമ്പത്തിൻ്റെ മുതൽ മുടക്കുകൊണ്ടുണ്ടാക്കിയിരിക്കുന്ന സൗധങ്ങളോ അങ്ങനെയൊന്നുമല്ല. ഇത് ശരിക്കും പറഞ്ഞ കായലും അവിടുത്തെ മനുഷ്യരും അതിലെ സമുദ്ര നിരപ്പിൽ നിന്നും താഴെ കൃഷി ചെയ്ത് ഒരു വലിയ ലോകത്തിലെ തന്നെ ഒരു ഇതിഹാസ സ്ഥലമാണിത്. അപ്പോൾ നമുക്ക് ആയിരക്കണക്കിന് ഏക്കർ നെൽപ്പാടങ്ങൾ കാണാൻ പറ്റും. അതുപോലെ തന്നെ നാനാഭാഗങ്ങളിലേക്കുള്ള ഈ ബോട്ട് യാത്രയും എല്ലാം കൊണ്ട് നമുക്ക് വളരെയധികം ഒരു ഉല്ലാസമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ട് ആസ്വദിക്കേണ്ടതാണ്. നമ്മുടെ ആളുകൾ പലരും വലിയ ഭീമമായ എമൗണ്ട് മുടക്കി മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ടൂറിസത്തിന്
പോകുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ മൊട്ടക്കുന്നുകളും കാര്യങ്ങളൊക്കെയാണ്. അതേസമയം ഈ നമ്മുടെ ഇവിടെയുള്ള ഈ സൗകര്യം പലർക്കും ഇത് ധാരാളം പേര് ഇത് ആസ്വദിക്കുന്നുണ്ട്. പക്ഷേ ഇന്നും പലരും അറിയാത്ത സാഹചര്യമുണ്ട്. ഇപ്പം നമ്മളെ സംബന്ധിച്ച് എത്ര പൈസയുള്ള ഒരാൾക്ക് 10,000 രൂപ 25,000 രൂപയുടെയൊക്കെയുള്ള ഹൗസ് ബോട്ട് ഒരു ദിവസത്തേക്ക് വാടകയ്ക്ക് എടുത്ത് നമുക്ക് ഒരു ദിവസം വാടക ഈ പറഞ്ഞ എമൗണ്ട് കൊടുക്കണം. 2 കോടി രൂപ മുടക്കുള്ള ഹൗസ് ബോട്ടുകളൊക്കെ ഉള്ളത്. അപ്പോൾ അതിന് 25,000 രൂപ 50,000 രൂപ പല ലക്ഷറി അതിൻ്റെ അനുസരിച്ചുള്ളത് നമ്മൾ ഒരു ദിവസത്തേക്ക് അതിൻ്റെ അനുസരിച്ച് പല പാക്കേജുകളുണ്ട്. അതൊക്കെ വലിയ നിലവാരത്തിലുള്ള പാക്കേജുകൾ. നമ്മെ സംബന്ധിച്ച് നമ്മളുടെ പാക്കേജ് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ ഏറ്റവും താഴേക്കിടയിൽ നിന്ന് തന്നെ ആരംഭിക്കാം. ഇപ്പോൾ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഏത് ഭാഗത്തു നിന്നും നമുക്ക് ട്രെയിനുണ്ട്. ആ ട്രെയിനിന് പോവുകയാണെങ്കിൽ വളരെ കുറഞ്ഞ പൈസയേ വരുള്ളൂ. അവിടെ നിന്ന് ഒരു 4 കിലോമീറ്റർ അവിടെ പ്രൈവറ്റ് ബസ് ഇഷ്ടം പോലെ കിട്ടും. KSRTC സ്റ്റാൻഡിൻ്റെ മുമ്പിലേക്ക് ബോട്ടിയുടെ മുമ്പിലേക്ക് ടിക്കറ്റ് എടുക്കുക. ആ ടിക്കറ്റ് എടുത്ത് ബസ് ടിക്കറ്റ് 10-13 രൂപയുടെ കാര്യമുള്ളൂ. അത് കഴിഞ്ഞാൽ അവിടെ ഹൗസ് ബോട്ടുകൾ ധാരാളം അങ്ങനെ കാണാം. അതിനകത്ത് കേരള സ്റ്റേറ്റ് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബോട്ടുകളുണ്ട്. അതിനകത്ത് കയറി കൈനഗിരിയോ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ബോട്ടിൽ കയറി നമ്മളാണ്ട് പോകാം. ടിക്കറ്റ് എടുത്ത് ബോട്ടിൽ കയറി നമ്മൾ അതിനകത്ത് അവിടെ നമ്മുടെ ഹൗസ് ബോട്ടിൻ്റെ ബോട്ട് കെട്ടിയിൽ ഓരോ സ്ഥലത്തേക്ക് പോകുന്ന സ്ഥലത്തിൻ്റെ പേരുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടേക്കുള്ള എല്ലാ കാര്യങ്ങളും സമയമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കൈനഗിരിക്ക് അവിടേക്കാണെങ്കിൽ 16 രൂപയേ മറ്റുള്ളൂ. അവിടേക്ക് ഒരു ടിക്കറ്റ് നമ്മൾ ആ ബോട്ടിൽ കയറി കൈനഗിരി പോകണമെന്ന് പറയാം. 16 രൂപ ടിക്കറ്റ് എടുക്കുക. അത് ഇപ്പോൾ ലക്ഷറി ബോട്ടൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 21 രൂപയൊക്കെ വരും. അപ്പോൾ ആ ടിക്കറ്റ് എടുത്ത് നമ്മൾ കൈനഗിരി ചെന്നു. നമുക്ക് ഏകദേശം നല്ല കായൽ ഭംഗിയൊക്കെ ആസ്വദിക്കാനും എല്ലാ കാര്യങ്ങൾക്കും സാധിക്കും. വളരെയധികം നല്ല ആസ്വാദ്യകരമായ കാഴ്ചയും അതുപോലെ ചുറ്റുപാടുകളും കായൽ പരപ്പ് ഏകദേശം നമുക്ക് കാണാൻ സാധിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്കതൊന്നും കൂടി ആസ്വദിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഈ കൈനഗിരിയിൽ നിന്ന് വീണ്ടും തിരിച്ച് കുറേ സമയം കഴിയുമ്പോൾ അല്ലെങ്കിൽ ആ ബോട്ടിൽ തന്നെ നമ്മുടെ സൗകര്യപ്രദമായിട്ട് വീണ്ടും ഈ പറഞ്ഞ പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് ആലപ്പുഴയ്ക്ക് പോരാം. ഇല്ല നമുക്കത് മതി എന്ന് തോന്നുകയാണെങ്കിൽ അവിടെ നിന്ന് വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ ട്രാൻസ്പോർട്ട് NHലേക്ക് അവിടെ ബസ് സ്റ്റോപ്പിലേക്ക്. അവിടെ നിന്ന് നമുക്ക് ബസ്സിന് വളരെ ഷോർട്ട് ഡിസ്റ്റൻസേ ഉള്ളൂ. അവിടെ നിന്ന് നമുക്ക് ബസ്സിന് കയറി ആലപ്പുഴ നമുക്ക് എവിടേക്ക് വേണമെങ്കിലും നമ്മുടെ ഇഷ്ടപ്രകാരം നമുക്ക് യാത്ര ചെയ്യാം. അവിടെ ഇത് അവസാനിപ്പിച്ചു. അപ്പോൾ വളരെയധികം ആകർഷകവും മനോഹരവും ആസ്വാദ്യതയും ഉള്ള ഒരു സംഭവമാണ് ഈ കായൽ ടൂറിസം. അത് നമ്മളെ സംബന്ധിച്ച് യാതൊരു ഹറിബറിയും ഇല്ലാതെ സമയമുള്ള സമയത്ത് നമ്മൾ പോകണം. രാവിലെ മുതൽ ബോട്ട് സർവീസ് ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ രീതിയിൽ വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷന് ബസ് രാവിലെ തന്നെ ഈ ബസ്സുകൾ ഈ ബോട്ടുകൾ ഓടുന്നത് അവിടെയുള്ള ആളുകൾക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കിപ്പോൾ നമ്മൾ ടൗണിൽ ചെന്നിട്ട് നമ്മൾ നാനാ ഭാഗത്തേക്കും ഒരാവശ്യങ്ങൾക്ക് ബസ്സിന് പോകുന്ന മാതിരി തന്നെ അവിടെയുള്ള മനുഷ്യർക്ക് ആളുകൾക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയാണ് ഈ ബോട്ട് ഇട്ടിരിക്കുന്നത്. അത് ആ ബോട്ടിൽ നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്ക് നിസ്സാര പൈസ കൊണ്ട് നമുക്ക് പോരാം. ഇതുകൂടാതെ നമുക്ക് കുറച്ചും കൂടി ലക്ഷറി ആയിട്ട് വേണമെങ്കിൽ 400 രൂപയുടെ പാക്കേജ് 250 രൂപയുടെ പലതരത്തിലുള്ള പാക്കേജുകളുള്ള ഇതുണ്ട്. അത് കേരള ഗവൺമെൻറ്റിൻ്റെ വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉണ്ട്, DTPCയുടെ ഉണ്ട്, പിന്നെ സ്വകാര്യ വ്യക്തികളുടെ ഉണ്ട്. അപ്പോൾ ഈ ബോട്ടുകളിൽ നമുക്ക് ഏതെങ്കിലും നമ്മൾ ഉപയോഗപ്പെടുത്താം നമ്മുടെ സാമ്പത്തികവും ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ അനുസരിച്ച്. ഏറ്റവും ലഘുവായ രീതിയിലാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞത്, കൂടിയ രീതിയിലാണെങ്കിൽ ഈ പറഞ്ഞ നമ്മുടെ സാമ്പത്തിക ബഡ്ജറ്റ് അനുസരിച്ച് ഒരു ദിവസത്തേക്ക് ബോട്ട് എടുക്കുക, 10 മണിക്കൂർ എടുക്കുക, 1 മണിക്കൂർ എടുക്കുക, 3 മണിക്കൂർ എടുക്കുക. അത് നമ്മുടെ സാമ്പത്തിക രീതി അനുസരിച്ച് നമ്മൾ യാത്ര ചെയ്തു, കായൽ ഭംഗി ആസ്വദിച്ചു. ശരിക്കും പറഞ്ഞാൽ വളരെയധികം ശുദ്ധവായുവും എല്ലാം കൊണ്ടും മനുഷ്യർക്ക് നമ്മുടെ മനസ്സിന് ഒരു നല്ലൊരു ആസ്വാദ്യതയും അതുപോലെ തന്നെ നമ്മുടെ ശാരീരികമായിട്ടും നമുക്ക് നല്ലൊരു ഉന്മേഷവും ഉണർവും നമുക്ക് ലഭിക്കും. നമ്മുടെ ശരീരത്തിനുള്ള ആരോഗ്യം കൊടുക്കുന്ന പോലെ തന്നെ മാനസികാരോഗ്യം വളരെയധികം പ്രാധാന്യമുള്ള കാര്യമാണ്. പണ്ട് കാലത്ത് കാർഷിക മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് വലിയ മാനസികാരോഗ്യത്തിന് പ്രശ്നമില്ല. അവർ നല്ല വ്യായാമം ചെയ്യണം, ഒരു മായമില്ലാത്ത തനി നാടൻ ഭക്ഷണം കഴിക്കണം. അവരെ സംബന്ധിച്ച് യാതൊരു പ്രശ്നമില്ല.
ഇന്ന് നമ്മുടെ ജോലിയുടെ സംബന്ധമായും ബിസിനസ് സംബന്ധമായും അതുപോലെ തന്നെയുള്ള മറ്റുള്ള പ്രൊഫഷണൽസ് ആയാലും അവരുടേതായ പ്രൊഫഷണലിസത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ മാനേജ് ചെയ്യുമ്പോൾ ധാരാളം റിസ്ക് എടുത്തുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും, എന്നാലേ വിജയം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ധാരാളം അതിന് വേണ്ടിയിട്ട് സ്ട്രെയിൻ എടുക്കുകയും കാര്യങ്ങളും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ബുദ്ധി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യേണ്ടി വരും. ഇങ്ങനെയൊക്കെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ അങ്ങനെ പ്രവർത്തിക്കുന്നവനെ വിജയമുള്ളൂ. ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് ഒരു ഷോപ്പുണ്ട്, നല്ല രീതിയിൽ പോണ്, വളരെ ലാഭമാണ്, അതിൻ്റെ മേഖല വളരെയധികം ഇനിയും വികസന സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ആ വ്യക്തി അതും ആ ഷോപ്പും അവസാനിപ്പിക്കത്തില്ല, വേറെ ഷോപ്പുകളുടെ ബ്രാഞ്ചുകൾ അപ്പോൾ തന്നെ ഇടാണ്. അപ്പോൾ അതിന് ഫണ്ട് ആവശ്യം വരും, അതിന് ലോൺ എടുക്കേണ്ടി വരും, അതിൻ്റേതായ നടപടിക്രമങ്ങളൊക്കെ ആലോചിക്കുകയും കൂട്ടുകയും വർക്കൗട്ട് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ധാരാളം മാനസിക പിരിമുറുക്കങ്ങൾ ഉണ്ടാകാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭം എല്ലാം ഇതിങ്ങനെയുള്ള ഉത്തരവാദിത്തങ്ങൾ എടുക്കുന്ന ആളുകളെ സംബന്ധിച്ച് ധാരാളം ഉത്തരവാദിത്തങ്ങൾ എടുത്ത് ജീവിത വിജയങ്ങൾ നേടാനായിട്ട് പരിശ്രമിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള ടെൻഷനൊക്കെ ഉണ്ടാവും. ഒരു പണി ചെയ്യണില്ല, ഒന്നും ചെയ്യാനില്ല, യാതൊരു ജീവിത സൗകര്യങ്ങളും അനുഭവിക്കണില്ല, വളരെ ലളിതമായൊരു ജീവിതമാണ്, ഒരു പ്രവൃത്തിയൊന്നും ചെയ്യാൻ തയ്യാറുമില്ല, പ്രവർത്തിക്കാനും തയ്യാറല്ലാത്ത ഒരാളെ സംബന്ധിച്ച് ഈ പറഞ്ഞ ടെൻഷൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വലിയ സാമ്പത്തിക ബാധ്യതയില്ലാത്ത ഒരു വൺ ഡേ ട്രിപ്പ് ഇപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല ആസ്വാദ്യതയാണ്. അതവിടെ ചെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോഴാണ് നമ്മളതിൻ്റെ ആസ്വാദ്യത വരിക. ഇതിനിപ്പോൾ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മളെ ഒന്നിൽ കൂടുതൽ ആളുകൾ വരുമ്പോഴാണ് അവരുടെ സൗകര്യങ്ങൾ നോക്കണം. അപ്പോൾ നമ്മളൊരു ദിവസം പറയുമ്പോൾ അവർക്ക് ആ ദിവസം സൗകര്യപ്രദമാവില്ല, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് സൗകര്യപ്രദമാവില്ല, മോർണിംഗിൽ അവർക്ക് സമയം ഉണ്ടാവില്ല, ഈവനിങ്ങിൽ മറ്റൊരാൾക്ക് സമയം ഉണ്ടാവില്ല, ഇങ്ങനെ പലതരത്തിലുള്ള അസൗകര്യങ്ങളുണ്ടാവും. ഇതെല്ലാം ഒന്നിച്ച് വർക്കൗട്ട് ചെയ്ത് വരുമ്പോഴേക്കും ചിലപ്പോൾ നമ്മുടെ യാത്ര നടന്നു വരില്ല, അല്ലെങ്കിൽ കുറേ ദിവസങ്ങൾ കഴിയും. അപ്പോഴേക്കും നമുക്ക് വേറെ ഉദ്ദേശിക്കാത്ത എൻഗേജ്മെൻറ്റ് വരും. അപ്പോൾ നമ്മുടെ യാത്രയൊക്കെല്ലാം താറുമാറാം. നമ്മൾ ഒറ്റയ്ക്ക് നേരെ തൊട്ടടുത്ത ബസ് സ്റ്റാൻഡിൽ ചെല്ലുക, നേരെ ആലപ്പുഴയ്ക്ക് ബസ് കയറുക, അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുക, നേരെ ആലപ്പുഴയ്ക്ക് ട്രെയിൻ കയറുക, നേരെ അവിടുന്ന് KSRTC സ്റ്റാൻഡിൻ്റെ മുമ്പിലാണ് ഈ ബോട്ടി ചീട്ടി. അവിടുന്ന് ബോട്ടിൽ കയറി നമ്മൾ ഭക്ഷണമൊക്കെ നല്ല രാജകീയ ഭക്ഷണമൊക്കെ കിട്ടും. ഈ പാക്കേജിലൊക്കെ ഉള്ളതാണെങ്കിൽ ഭക്ഷണമൊക്കെ കിട്ടും. ഇല്ലെങ്കിൽ തന്നെ നമ്മൾ ഭക്ഷണം കരുതി നമ്മൾ പോയി അത് ആസ്വദിച്ച് നമ്മൾ ഇങ്ങോട്ട് പോരാ. നമ്മളെ സംബന്ധിച്ച് വലിയ ബാധ്യതയൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരുടെയും സൗകര്യപ്രദമായ സമയങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരു വൺ ഡേ ട്രിപ്പ് പോയി ഒറ്റയ്ക്ക് പോയി വരാവുന്ന കാര്യം കൂടി ഉള്ളൂ. അതിന് കൂടുതൽ ആളെ കൂട്ടുമ്പോൾ അതിൻ്റേതായ ഞാൻ നേരത്തെ പറഞ്ഞോളം പരിമിതികൾ വരും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ആസ്വദിച്ച് നമ്മൾ ധാരാളം പേര് പോകുന്നുണ്ട്. അത് നമ്മൾ പലരും അത് അറിയണില്ല, ചിലർ അറിഞ്ഞവർ വീണ്ടും വീണ്ടും പോകണം. എന്തുകൊണ്ടും ഈ അഷ്ടമുടിക്കായൽ വെമ്പനാട്ട് കായലിലെ ബോട്ട് യാത്ര ഏതൊരു മനുഷ്യനും വളരെയധികം സംതൃപ്തിയും ആനന്ദവും മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒരു വലിയൊരു സന്തോഷം, ഉണർവും ഉന്മേഷവും കിട്ടാവുന്ന ഒരു യാത്രയാണ്. അതിന് നമ്മുടെ സാമ്പത്തിക ഭദ്രത അനുസരിച്ച് കൂടി തുകയ്ക്കുകയും ചെയ്യാം, യാത്ര ചെയ്യാം, കുറഞ്ഞ തുകയ്ക്കുകയും ചെയ്യാം, മിഡിലായിട്ട് ഉള്ള രീതിയിലും ചെയ്യാം. അതൊക്കെ നമ്മളെ ആശ്രയിച്ച് നമ്മുടെ സാമ്പത്തിക സ്ഥിതിയും നമ്മുടെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ വെച്ചിട്ട് നമ്മൾ തീരുമാനിക്കാം. ഏതൊരാൾക്കും പോണേന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നമ്മൾ ചെയ്യുമ്പോൾ നമുക്കുള്ള ഒരു ജീവിതത്തിൽ നമുക്ക് ധാരാളം മാനസിക ഉല്ലാസങ്ങൾ കിട്ടും. പ്രത്യേകിച്ച് വാർദ്ധക്യത്തിലെത്തിയിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് ശാരീരിക വ്യായാമം വളരെ ബോഡി വീക്കായിക്കൊണ്ടിരിക്കുകയാണ്. ആ വീക്കായിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ മാനേജ് ചെയ്യണത് വളരെയധികം പ്രാധാന്യമുള്ള കാര്യമാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാഹനമാണെങ്കിൽ അത് പഴക്കത്തിലാകും തോറും അതിൻ്റെ പല പാർട്സുകളിലും തേയ്മാനം വരും, അതിന് ഓയിൽ കൂടുതൽ കൊടുക്കേണ്ടി വരും, അതിന് പരിചരണം കൂടുതൽ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം ഓയിൽ മാറ്റിയിട്ടുള്ളൂവെങ്കിൽ പഴക്കത്തിലുള്ള വണ്ടിക്കാണെങ്കിൽ വളരെയധികം അത്രയും സമയത്തിന് മുമ്പ് ഓയിൽ കൊടുക്കേണ്ടി വരും. അതിന് മെയിൻ്റനൻസ് ചിലവ് പഴക്കം ചെല്ലും തോറും കൂടും, ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ മനുഷ്യൻ്റെയും ഇത് തന്നെ ഒരു യന്ത്രം തന്നെയാണ്. ഇത് നമ്മൾ പഴക്കത്തിലാകും തോറും നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ ബാധിക്കാനും ബോഡി വീക്കാവാനും എല്ലാത്തിനും സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മൾ മാനേജ് ചെയ്ത് പോകണമെങ്കിൽ
നമ്മളെ സംബന്ധിച്ച് മാനസിക പിരിമുറുക്കങ്ങൾ ഒഴിവാക്കാൻ ഉള്ള ഇതേപോലെയുള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക. അതുപോലെ തന്നെ ബോഡി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട വ്യായാമം കാര്യങ്ങളൊക്കെ ശ്രദ്ധ കൊടുക്കണം. നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ ജീവിത നേട്ടങ്ങൾ നേടാൻ വേണ്ടി ഓടുമ്പോൾ ഇതൊന്നും നോക്കാറില്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ച് പ്രായം കൂടും തോറും ബോഡി നമ്മൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ദീർഘകാലത്തിലുള്ളൊരു സംതൃപ്തമായൊരു ജീവിതം കിട്ടുള്ളൂ. ഇപ്പോൾ കുറേ കാലം ജീവിക്കാൻ തന്നെയല്ല, നമ്മൾ കുറച്ച് കാലം ജീവിക്കണമെങ്കിലും അത് ബോഡി ഫിറ്റ് അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും അവിടെ വേദന ഇവിടെ വേദന, എപ്പോഴും നമുക്ക് ശാരീരിക അസ്വസ്ഥതകൾ, ഇതൊക്കെ നമ്മളെ ജീവിതത്തിൽ നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കും. അത് തന്നെയല്ല, നമ്മൾക്ക് ഇങ്ങനെയുള്ള ഒരു അസ്വസ്ഥത വന്നു കഴിയുമ്പോൾ നമുക്ക് ബോഡി വീക്കാണെങ്കിൽ ധാരാളം അസുഖങ്ങൾ നമ്മളെ കയറി പിടിക്കാൻ സാധ്യതയുണ്ടല്ലോ. നമുക്കിപ്പോൾ എളുതരം കാണുന്നിടത്ത് വാദം കൊച്ചു എന്ന് കാരണന്മാർ പറയുന്ന പോലെ തന്നെ നമുക്ക് അസുഖങ്ങൾ ബോഡി വീക്കാണെങ്കിൽ അസുഖങ്ങൾ ധാരാളം പെട്ടെന്ന് ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു പ്രായം കഴിഞ്ഞാൽ ബോഡി മാനേജ് ചെയ്യലും അതുപോലെ തന്നെ നമ്മൾ മനസ്സിന് ഉല്ലാസം കൊടുക്കലും മനസ്സിന് സംതൃപ്തിയും സന്തോഷവും എല്ലാം വേണ്ട ഒരു കാലമാണ് വാർദ്ധക്യത്തിലെത്തും തോറും. അങ്ങനെയുള്ള സമയത്ത് അങ്ങനെയുള്ള ആളുകൾ ഈ സൗകര്യങ്ങളെല്ലാം തന്നെ പരമാവധി ഉപയോഗപ്പെടുത്തി സംതൃപ്തമായൊരു ജീവിതം നമുക്ക് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ആരോഗ്യം ഫിറ്റാവുന്നത്. മാനസിക ഉല്ലാസം, മാനസിക പിരിമുറുക്കങ്ങളും ഇല്ലാതിരിക്കുക. മാനസിക പിരിമുറുക്കങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രഷർ അങ്ങനെയുള്ള രോഗങ്ങളെല്ലാം തന്നെ നമുക്ക് ഉടൻ തന്നെ ബാധിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള വിശ്രമങ്ങളും മാനസിക ഉല്ലാസങ്ങളും സന്തോഷങ്ങളും അനുഭവിച്ചറിയുന്നതിന് നമ്മൾ ആസ്പത്രിയിൽ പോയി മരുന്ന് കഴിക്കണതിൻ്റെ 1000-1 പൈസയെ വരുള്ളൂ. ഇത് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒന്ന് പോയി കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ആസ്പത്രി ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും നമുക്കൊരു ബോഡി വീക്കാണെങ്കിൽ എന്തെല്ലാം ടെസ്റ്റുകൾ നടത്തണം, സ്കാൻ ചെയ്യണം. അത് ഓരോ സ്കാനിങ്ങും ഡിഫറെൻറ്റ് ടൈപ്പ് സ്കാനിങ്, അതിന് ആൻജിയോഗ്രാം ചെയ്യണം. അതുപോലെ തന്നെ പിന്നെ അങ്ങനെയുള്ള ടെസ്റ്റുകൾ നമുക്കൊക്കെ അറിയാവുന്ന കാര്യമുള്ളൂ. എന്തെല്ലാം തരത്തിലുള്ള ടെസ്റ്റുകളുണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ സംബന്ധിച്ച് സാമ്പത്തിക നഷ്ടവും അതുപോലെ തന്നെ മാനസിക പിരിമുറുക്കം ഡബിളാവാണ്. കാരണം നമുക്ക് അസുഖം ഉണ്ട്, നമ്മളേതെങ്കിലും അസുഖം BP കൂടുതലാണ് അല്ലെങ്കിൽ പ്രഷർ കൂടുതലെന്നൊക്കെ പറയുമ്പോൾ, ഷുഗർ കൂടുതലെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പിന്നെയും പിരിമുറുക്കം വരാണ്. അപ്പോൾ ഇതൊന്നും വരാതിരിക്കാനായിട്ട് നമ്മൾ നല്ല സമയത്ത് തന്നെ അസുഖങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ അസുഖങ്ങൾ വരാതിരിക്കാനുള്ള മുൻകരുതലെടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഭക്ഷണത്തേക്കായും പ്രാധാന്യം ഞാൻ ഈ പറഞ്ഞ മാനസിക ആരോഗ്യത്തിനും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. ഭക്ഷണം വേണം, അതോടൊപ്പം തന്നെ ഈ വക കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞതൊക്കെ വേണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ധാരാളം കാര്യങ്ങൾ മനസ്സിലാക്കാനും നമ്മുടെ ആരോഗ്യവും മനസ്സും നല്ല ആരോഗ്യം കിട്ടുവാനുള്ളൊരു സാഹചര്യം ഉണ്ടാകും. ധാരാളം കേരളത്തിൽ ധാരാളം ഇതേപോലെയുള്ള സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ എറണാകുളം ജില്ലയിൽ തന്നെ 60ഓളം സ്ഥലങ്ങളുണ്ട്. ഈ കായൽ ടൂറിസം അല്ല ഞാൻ ഉദ്ദേശിച്ചത്, അല്ലാതെ തന്നെ വേറെ ധാരാളം ബീച്ചുകൾ അങ്ങനെയുള്ളതെല്ലാം തന്നെയുണ്ട്. അപ്പോൾ ഇത് ഓരോന്നോരോന്നായിട്ട് ഞങ്ങൾക്ക് ഭാവിയിൽ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഞാൻ ഈ വെമ്പനാട്ട് കായലിൻ്റെ കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ അഷ്ടമുടി കായലും അങ്ങനെയുള്ള കായൽ ടൂറിസത്തിൻ്റെ നമുക്ക് പങ്കെടുക്കുന്നതിൻ്റെ പ്രാധാന്യത്തെ പറ്റിയാണ് പറഞ്ഞു തന്നത്. ഇങ്ങനെയൊക്കെ നമ്മുടെ ഏത് പ്രായത്തിലും ആസ്വദിച്ച് ജീവിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ സാമ്പത്തികം വേണം. അത് സാമ്പത്തികത്തിന് നമ്മൾ ചെയ്യുന്ന ജോലിയുടെ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് വരുമാനത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ വരുമാനത്തിൽ നിന്നും ഒരു നിശ്ചിത തുക നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ എല്ലാ കൊല്ലവും നമുക്ക് ഇതുപോലെ എല്ലാ സമയങ്ങളിലും നമുക്കിങ്ങനെ ആസ്വദിച്ച് ജീവിത സൗകര്യങ്ങൾ അനുഭവിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ LICയുടെ തന്നെ ഒരു പെൻഷൻ സ്കീം എഴുതിയിടുക. ആ പെൻഷൻ സ്കീം എഴുതിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് വാർദ്ധക്യത്തിൽ ഏത് പ്രായത്തിൽ വേണമെങ്കിലും നമുക്ക് ട്രിപ്പ് പോകാം, എവിടെ വേണമെങ്കിലും പോകാം നമ്മുടെ ഫണ്ടിൻ്റെ അനുസരിച്ച്. അതുപോലെ തന്നെ നമ്മൾ യങ്ങർ ഏജിലായിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഒരു ഇൻഷുറൻസ് പോളിസി എഴുതിയിട്ടു. നമുക്കൊരു 45 വയസ്സായി 50 വയസ്സായി അല്ലെങ്കിൽ 40 വയസ്സായി പോളിസി വട്ടത്തി നമുക്ക് വലിയൊരു എമൗണ്ട് കിട്ടുകയാണ്. ആ എമൗണ്ട് കിട്ടുമ്പോൾ അത് റീഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ റിട്ടേൺ നമുക്ക് വരാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള ആസ്വാദ്യതകൾക്കൊക്കെ വളരെയധികം പ്രാധാന്യമുണ്ട്. അത് അനുഭവിക്കാനും പറ്റും. പിന്നെ ഇന്നിപ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് മക്കളൊക്കെ നല്ല നിലയിലാണ്, അവരൊക്കെ നമ്മൾ ഇതിന് യാത്ര കൊണ്ടുപോകും. അപ്പോൾ നമുക്കിതൊന്നും കരുതേണ്ട ആവശ്യമില്ലെന്ന് ചിലർ ചിന്തിക്കും. ആ കാലമൊക്കെ കഴിഞ്ഞു. മക്കളെല്ലാം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും പോകണം. 1-2 പേരുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ മാക്സിമം 3 ആൾ
അവർ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ഇവിടെ തൊഴിൽ സാധ്യത അവരുടെ ജീവിത വിജയങ്ങൾ നേടാൻ വേണ്ടി അവർ പോവാണ്. അപ്പോൾ ഇനി കാലാന്തരത്തിൽ വാർദ്ധക്യത്തിൽ നമ്മളൊക്കെ തനിച്ചുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ വീട്ടിലെ ഏകാന്തത, ഒറ്റപ്പെടലും അതുപോലെ തന്നെ ആവർത്തന വിരസതയൊക്കെ നമുക്ക് ഒഴിവാക്കി ഇത് ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ അതിന് പറ്റിയ നമ്മൾ സമ്പാദ്യ കാര്യങ്ങൾ വളരെ നേരത്തെ തന്നെ ചെയ്തു വെച്ച് കഴിഞ്ഞാലേ നമുക്കിതിന് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ പൂർവീര് പറഞ്ഞ മാതിരി സമ്പത്ത് കാലത്ത് വെച്ച് കഴിഞ്ഞാൽ കരുതി വെച്ച് കഴിഞ്ഞാൽ ആപത്ത് കാലത്ത് നമുക്ക് ഉപയോഗപ്പെടുത്താമെന്ന്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഏറ്റവും ലളിതമായി പറയുകയാണെങ്കിൽ നമ്മൾ മലയിൽ മഴ പെയ്യുമ്പോൾ വെള്ളം അങ്ങനെ തന്നെ ഒഴുകി നേരെ കടലിലേക്ക് പോകും വർഷക്കാലത്ത്. വേനൽക്കാലത്ത് നമുക്ക് ജലക്ഷാമം മൂലം നമ്മൾ വരൾച്ചേനെ നേരിട്ട് കൃഷിസ്ഥലങ്ങളെല്ലാം നശിച്ചു ചെയ്യാൻ പറ്റാതെയും അതുപോലെ തന്നെ കുടിവെള്ളക്ഷാമവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇതിന് നമ്മൾ ബുദ്ധിപരമായിട്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ ഡാമുകളെല്ലാം പണിത് ആവശ്യത്തിനനുസരിച്ചുള്ള ഓരോ പ്രദേശത്തും ഡാമുകൾ പണിത് കഴിഞ്ഞപ്പോൾ വർഷകാലത്ത് ഉള്ള വെള്ളം അവിടെ ശേഖരിക്കും. അപ്പോൾ വർഷകാലത്ത് വെള്ളപ്പൊക്കം ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ ഒഴിവാക്കി കിട്ടുകയും ചെയ്യും. അത് കഴിഞ്ഞ് വെള്ളത്തിന് ക്ഷാമം വരുന്ന വേനൽക്കാലത്ത് ഉപയോഗിക്കും. വളരെ ലളിതമായ ഒരു കാര്യമാണിത്. അതുപോലെ തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ സമ്പാദ്യ ഇൻഷുറൻസ് പോളിസി. നമ്മുടെ സാമ്പത്തിക വരുമാനമുള്ള സമയത്ത് നമ്മൾ കരുതി വയ്ക്കണം. നമുക്ക് സാമ്പത്തിക വരുമാനം കുറയുന്ന സമയത്തോ അല്ലെങ്കിൽ സമയത്ത് നമുക്കത് ഉപയോഗപ്പെടുത്തി നമ്മൾ ഒരേ ലെവലിലായിട്ട് എല്ലാ കാലഘട്ടത്തിലും വരുമാനം ഉള്ളപ്പോഴും വരുമാനം ഇല്ലാത്തപ്പോഴും ഒരേ ജീവിതം നയിക്കാനായിട്ടുള്ള ഒരവസരം ഉണ്ടാക്കുന്ന ഇത് എപ്പോഴും നമുക്ക് ആദ്യം തന്നെ നമുക്കിത് കേൾക്കുമ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമുണ്ടോ എന്നൊക്കെ തോന്നും. അതിപ്പോൾ ഞാൻ പറയുമ്പോൾ ഞാൻ മുൻ വീഡിയോയിൽ പറഞ്ഞേക്കുന്ന പോലെ തന്നെ നെല്ലിക്ക് ആദ്യം കടിക്കുമ്പോൾ കയ്പ്പ് തോന്നിക്കും, പിന്നീട് അത് മധുരിക്കും. അതുപോലെ തന്നെയാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ. നമുക്ക് സമ്പാദിച്ച് നമ്മുടെ വരുമാനത്തിൽ നിന്ന് സമ്പാദിച്ച് വയ്ക്കാനായിട്ട് ഒരാളും പറഞ്ഞു തരില്ല. സുഹൃത്തുക്കളായാലും അടിച്ചു പൊളിച്ചു പോകാനായിട്ട് ടൂർ പോകുന്ന കാര്യം അല്ലെങ്കിൽ അത് ഇതൊക്കെ പറയാം, അല്ലെങ്കിൽ അവരുടെ ആസ്വദിക്കുന്ന കാര്യങ്ങളായിട്ട് മറ്റുള്ള ആരായി കഴിഞ്ഞാലും കരുതി വയ്ക്കുന്ന കാര്യത്തെ പറ്റി വളരെ ചുരുക്കം പേരെ പറഞ്ഞുള്ളൂ. പ്രത്യേകിച്ച് ചിലപ്പോൾ മാതാപിതാക്കളൊക്കെ പറഞ്ഞു തരുന്നുള്ളൂ. അല്ലാതെ ബാക്കിയുള്ളവരെല്ലാം തന്നെ നമ്മളുടെ വരുമാനത്തിൽ നിന്ന് കരുതി വയ്ക്കണമെന്ന് പറയില്ല. പിന്നെ ഞങ്ങളെപ്പോലെ ഈ സാമ്പത്തിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളെ പറയുള്ളൂ. അപ്പോൾ അത് അധികം നമുക്ക് പറഞ്ഞു തരാൻ ആളില്ലാത്ത ഒരു മേഖലയാണത്. നമ്മളെ സമയം ഒരു കാർ വാങ്ങിക്കാനോ ലക്ഷറി ഐറ്റംസ് മേടിക്കാനോ വലിയൊരു ട്രീറ്റ് നടത്താനോ ഇതിനൊക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെ നമുക്ക് പറഞ്ഞു തരാനുണ്ടാവും. ഈ വക കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് വളരെ ചുരുക്കമുള്ളൂ. അതുകൊണ്ട് എത്രയും വേഗം നമ്മൾ ഇതിനുള്ള ഒരു തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് വേണ്ട കരുതലും കാര്യങ്ങളൊക്കെ നടത്താം. ജീവിതം ആസ്വദിച്ച് ജീവിക്കുക, അതിനുള്ള സൗകര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി അത് വാർദ്ധക്യകാലമായി കഴിഞ്ഞാലും നമ്മുടെ മധ്യവയസ്കൻ്റെ കാലമായി കഴിഞ്ഞാലും നമ്മൾ ആസ്വദിച്ച് ജീവിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാകട്ടെ. അതിനു വേണ്ടിയിട്ട് എല്ലാ മംഗളങ്ങളും ഞാൻ ആശംസിക്കുന്നു. ഞാൻ PO ദേവസി ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഏജൻ്റായിട്ടും ചീഫ് അഡ്വൈസറായിട്ടും പ്രവർത്തിക്കുന്നു. ഏജൻ്റായിട്ട് 1979 ഓഗസ്റ്റ് 28 മുതൽ ഏജൻ്റായും ചീഫ് അഡ്വൈസറായിട്ട് 2008 ജൂൺ മുതൽ ചീഫ് അഡ്വൈസറായിട്ടും പ്രവർത്തിക്കുന്നു. ഞാനും ഇതുപോലെ തന്നെ പ്രായോഗിക ജീവിതങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി സാഹചര്യത്തിനനുസരിച്ച് ഉയർന്ന് ജീവിതം പിടിപ്പിച്ചിരിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ തന്നെ ഞാൻ പഠിക്കുന്ന കാലത്ത് സാമ്പത്തികമായിട്ട് ആവശ്യം കൂടുതൽ വന്നു. അപ്പോൾ ഞാൻ പ്രീ ഡിഗ്രി ആലുവയിൽ വേണ്ടി ക്രിസ്ത്യൻ കോളേജിൽ പഠിക്കുകയാണ്. അപ്പോൾ തന്നെ സാമ്പത്തികമായിട്ട് ആവശ്യം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റേതായ ചിന്താഗതികളും കണക്കുകൾ വർക്കൗട്ട് ചെയ്ത് ഞാൻ അതിന് വേണ്ടിയുള്ള പരിഹാര മാർഗ്ഗങ്ങൾ നോക്കി അങ്ങനെ പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ തന്നെ ആഴ്ചയിൽ തന്നെ LICയുടെ ഏജൻസി എടുത്തു. കാലാന്തരത്തിൽ അതെൻ്റെ ഉപജീവന മാർഗ്ഗമായി പ്രീ ഡിഗ്രി കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു. ഒരു മുഴുവൻ സമയ ഏജൻറ്റ് ആയി പ്രവർത്തിക്കുകയാണ്. എനിക്ക് വേറൊരു ജോലികളുമില്ല. ലൈഫ് ഇൻഷുറൻസ് വിൽപ്പനയും വിൽപ്പനാനന്തര സേവനങ്ങളും മാത്രമേ ഉള്ളൂ. സാങ്കേതിക മേഖലയിലെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നു. സ്വന്തമായ ഓഫീസ്, എല്ലാ സെറ്റപ്പുകളും ഉണ്ട്. പോളിസി വിൽപ്പനാനന്തര സേവനങ്ങൾ വളരെയധികം ഭംഗി ചെയ്യാനുള്ള എല്ലാ ഇൻഫ്രാസ്ട്രക്ചറുകളും ഉണ്ട്. അതുപോലെ തന്നെ എപ്പോഴും നോളജ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് പുതിയ LICയുടെ പ്ലാനുകളും LICയുടെ മാറ്റങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ പോളിസി ഹോൾഡേഴ്സിന് നമുക്ക് അവരുടെ ആവശ്യങ്ങളനുസരിച്ച് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് എപ്പോഴും ഞാൻ എൻ്റെ നോളജ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നോളജ് ടെക്നോളജി ആയി കഴിഞ്ഞാലും ഇൻഷുറൻസ് പോളിസി, ഇൻഷുറൻസ് സംബന്ധമായ കാര്യങ്ങളായി കഴിഞ്ഞാലും
ഇതര മേഖലകളിൽ സാമ്പത്തിക മേഖലകളിലെ മാറ്റങ്ങളായി കഴിഞ്ഞാലും ഞാനിപ്പോൾ അപ്പം പഠിച്ച് മനസ്സിലാക്കി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇൻഷുറൻസ് മാത്രമല്ല, പോസ്റ്റ് ഓഫീസിൽ സേവിങ്സ്, അതുപോലെ തന്നെ ബാങ്ക് ഡെപ്പോസിറ്റുകൾ, സഹകരണ നിക്ഷേപങ്ങൾ, ഇതെല്ലാം തന്നെ ബോണ്ടുകൾ, മ്യൂച്വൽ ഫണ്ടുകൾ, സ്വർണ്ണ നിക്ഷേപം, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് അതിൽ ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു നിക്ഷേപത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കിയാണ് പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ മേഖലകളിലും, സാമ്പത്തിക മേഖലകളിലും എല്ലാ മേഖലകളിലും ഞാൻ മനസ്സിലാക്കിയാണ് ചെയ്യണേ. പക്ഷേ ലൈഫ് ഇൻഷുറൻസ് പോളിസിയും ജനറൽ ഇൻഷുറൻസ് പോളിസിയുടെ സെയിൽസും അതിൻ്റെ സർവീസും മാത്രമേ ചെയ്യുന്നുള്ളൂ. വേറൊരു മേഖലയിലും എനിക്ക് പ്രവർത്തനമില്ല. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ യൂട്യൂബ് ചെയ്ത് നമ്മുടെ നോളജ് എല്ലാവരിലേക്കും എനിക്ക് കിട്ടിയ അറിവ് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാൻ വേണ്ടി ഞാൻ ഉപയോഗപ്പെടുത്തുന്നു. അതുകൊണ്ട് എല്ലാവരും തന്നെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി അതിനുള്ള മുൻകരുതലൊക്കെ എടുത്ത് LIC പോളിസി എഴുതുക. അത് നമ്മുടെ ഭാവിയെ ജീവിതം സുരക്ഷിതമാക്കും. നമുക്ക് അത് വളരെയധികം കാലാന്തരത്തിൽ നമുക്ക് വലിയ സന്തോഷവും സമാധാനവും നമുക്കുണ്ടാക്കും. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം.